കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ശരീരം ഫുള്ള് കറുത്ത കളറായി, കണ്ണടഞ്ഞിരിക്കുകയാണ്, വാ തുറന്നിരിപ്പുണ്ട്, ഹൃദയമിടിപ്പില്ല, പൾസില്ല. പ്രത്യേക സമ്മതപത്രം എന്ന് പറഞ്ഞാൽ അടുത്തൊരു പേപ്പർ, അതിനകത്ത് കള്ളൊപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാ. അപ്പോൾ ആ ടൈം കറക്റ്റ് അല്ല. അപ്പോൾ ഈ കേസ് ഷീറ്റ് ഉണ്ടാക്കിയതാണെന്നുള്ളത് നമുക്ക് ഏത് രീതിയിൽ ആർക്കും ബോധ്യപ്പെടുന്നതേ ഉള്ളൂ. ആ ഒരു ഹൃദയമിടിപ്പിൻ്റെ ഇതാണ് അവർ കള്ളം കാണിച്ചത്. സെൻട്രോൾ ഇല്ലാത്ത സമയത്താണ് ഇഞ്ചക്ഷൻ കൊടുത്തേക്കുന്നത്. ഇഞ്ചക്ഷൻ കൊടുത്തു എന്നുള്ളത് അടുത്ത് കിടക്കുന്ന പേഷ്യൻ്റെ വൈസ്റ്റാൻഡർ കണ്ടു, ദൃക്സാക്ഷിയാണ്. സാധാരണക്കാരുടെ ജീവിതം എന്താ രീതിയിൽ അവിടെ കിടക്കുന്ന പേഷ്യൻസ് എന്ത് സമാധാനം, ആർക്കെല്ലാം ഇങ്ങനെ ഇതുപോലെ എന്തെല്ലാം സംഭവിക്കുന്നു, ഇതുപോലൊന്നും പുറത്തു വരുന്നില്ലല്ലോ. 3 വയസ്സ് മാത്രം പ്രായമുള്ള തൻ്റെ കുഞ്ഞിനോട് ഇപ്പോൾ വരാമെന്ന് പറഞ്ഞ് ആശുപത്രിയിലേക്ക് പോയ കൃഷ്ണ തിരിച്ചു വന്നത് ചേതനയേറ്റ ശരീരമായി. ഡോക്ടറിൻ്റെയോ നഴ്സിൻ്റെയോ കയ്യബദ്ധമാണെന്ന് ബന്ധുക്കൾ ആരോപിക്കുമ്പോഴും ആരും സംശയിച്ചു പോകുന്ന ഒരുപിടി രേഖകൾ അവരുടെ കയ്യിലുണ്ട്. വെറും രേഖകളല്ല, ആശുപത്രി അധികൃതർ കെട്ടിച്ചമച്ച വ്യാജരേഖകൾ. എന്തിനായിരുന്നു ഇതെല്ലാം? നഴ്സാണല്ലോ, അപ്പം ശരിക്കും എന്തായിരിക്കും അവിടെ സംഭവിച്ചിരിക്കുന്നത്? ഡോക്ടർ എഴുതി മെഡിസിൻ എഴുതി, ഇതിനകത്ത് തെളിവുണ്ട് മെഡിസിൻസ് എഴുതിയിരിക്കുന്നത് കൊടുക്കാൻ വേണ്ടിയിട്ട്. ഡോക്ടർ ടിക്കറ്റ് ഇട്ടിരിക്കുന്ന മെഡിസിനുണ്ട്, പെയിൻ കില്ലേഴ്സാണ് എഴുതിയിരിക്കുന്നത്. അതിൻ്റെ കൂടെ കൊടുത്തത് സിസ്റ്റർമാരായിരിക്കും. ടെസ്റ്റ് കൊടുക്കാതെ, അലർജി ഉണ്ടെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അലർജി പേഷ്യൻറ്റിന് ഒരിക്കലും ടെസ്റ്റ് കൊടുക്കാതെ ഈ മെഡിസിൻസ് ഒന്നും കൊടുക്കാൻ പാടില്ല. അപ്പോൾ അവരുടെ ഭാഗത്ത് മിസ്റ്റേക്ക് ഉണ്ട്. അപ്പോൾ അത് ഡോക്ടറും ടിക്ക് ചെയ്തേക്കാണ്. അപ്പോൾ ഡോക്ടറും അത് ശ്രദ്ധിക്കണമായിരുന്നു. പിന്നെ വന്നേക്കുന്നത് ഏറ്റവും വലിയ വീഴ്ച, വെറുതെ ഇൻക്വസ്റ്റിന് വേണ്ടിയിട്ട് ഞങ്ങളെയും കൂടെ കയറ്റിയായിരുന്നു, ബോഡി ഇൻക്വസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അപ്പോൾ അതിന് മുന്നേ ഞങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയാണ് ഈ കേസ് ഷീറ്റ് വാങ്ങിച്ചത്. കളക്ടർ ഇടപെട്ടിട്ടാണ് ഇത് കിട്ടിയത്, അല്ലെങ്കിൽ നമുക്ക് കിട്ടില്ല. പിന്നെ ഒരു പാവപ്പെട്ട പേഷ്യൻസ് വിചാരിച്ചു കഴിഞ്ഞാൽ ഇത് കിട്ടാനും പോകണില്ല. അപ്പോൾ നമ്മൾ അത്രയും വിഷയം ഉണ്ടാക്കിയിട്ടാണ് ഇത് വാങ്ങിക്കാൻ പറ്റുന്നത്. എന്നിട്ട് അവർ തന്നില്ല, ഒപ്പിടിപ്പിക്കാൻ നോക്കി വീണ്ടും പോസ്റ്റ്മോർട്ടത്തിന്. ഞങ്ങൾ ചെയ്യില്ല എന്ന് പറഞ്ഞിറങ്ങി. വീണ്ടും അവർ പോയി കോപ്പി എടുത്തുകൊണ്ട് തന്നു. അപ്പോഴും നമ്മളകത്ത് കോപ്പി എടുക്കാൻ പോയതുകൊണ്ട് ഇൻക്വസ്റ്റിനെ വിളിച്ച് കയറി, തഹസിൽദാർ ഉണ്ടായിരുന്നു. അങ്ങനെ അവിടെ കയറി ചെയ്തു നോക്കിക്കൊണ്ടൊക്കെ നിന്ന സമയത്ത് ഈ ഫയൽ കൈ കിട്ടി. ജസ്റ്റ് വെറുതെ ഒന്ന് നോക്കിയതാണ്. ഞാൻ 18 വർഷം ഹോസ്പിറ്റൽ ഫീൽഡ് ഉണ്ടായിരുന്ന ആളായതുകൊണ്ട് ജസ്റ്റ് നോക്കി. ഞാൻ ഇത് TMD സെക്ഷനിലൊക്കെ നിന്നിട്ടുള്ളതുകൊണ്ട് ECG ഒന്ന് ജസ്റ്റ് ഒന്ന് നോക്കിയപ്പോഴത്തേക്ക് നോർമൽ സീനുള്ളതും ഉണ്ട്, അല്ലാത്തതും ഉണ്ട്. 3 പേപ്പർ ECG. പെട്ടെന്ന് വീണ്ടും എന്തോ ഇവർ 2:30 അവിടെ മെഡിക്കൽ കോളേജിൽ 2 മണിക്ക് ശേഷമാണ് എത്തിയെന്ന് സഹോദരൻ എന്നെ ഫോൺ വിളിച്ചപ്പോൾ പറഞ്ഞു, റെഫർ ചെയ്ത്. ആ ടൈം ഇങ്ങനെ മോദി കിടന്നതുകൊണ്ട് ഇതിൻ്റെ ടൈം നോക്കിയപ്പോഴത്തേക്ക് 15:39. കൃഷ്ണ തങ്കപ്പൻ 28 വയസ്സ്. പിന്നെ ഇതിനകത്തും ഉണ്ട് കൃഷ്ണ തങ്കപ്പൻ. ടൈം നിങ്ങൾക്ക് ശ്രദ്ധിക്കാം, 15:41:35. ഇതിനകത്ത് 15:39:32, 3 മണിക്ക് ശേഷമാണ്. ഒരു പേഷ്യൻ്റ് ആ നെയ്യാറ്റിൻകര ഹോസ്പിറ്റലിൽ നിന്ന് പോയിട്ട് അവരുടെ ECG ഈ കേസ് ഷീറ്റിനകത്ത് എങ്ങനെ വന്നവേ, അത് അവരുടെ ആണോ, ഇത് സത്യസന്ധമായ കേസ് ഷീറ്റാണോ, അതാണ് നമുക്കറിയേണ്ടത്. ഇത് അവരുണ്ടാക്കിയ വേജ റിപ്പോർട്ടുകളും കേസ് ഷീറ്റും ആണോ എന്നുള്ളതിൻ്റെ അല്ല. ECG അവരെന്തിനായിരിക്കും ഇങ്ങനെ വ്യാജമായിട്ടൊരു ECG ഉണ്ടാക്കി പേഷ്യൻറ്റിന് ഇപ്പം ഒരു കാർഡിയാക് അറസ്റ്റ് വന്നു എന്നൊക്കെയല്ലേ അവർ പറയണത്. അപ്പോൾ ആ പേഷ്യൻ്റെ ECG എടുത്തത് വേണ്ടേ? അപ്പോൾ ഇത് പേഷ്യൻ്റെ ECG അല്ല. 2:47 IP എടുത്തേക്കാണ്. എന്ത് 2:47 IP എടുക്കണമെങ്കിൽ അവിടെ കാഷ്വാലിറ്റി കൊണ്ടുവന്ന് 10-15 മിനിറ്റ് കഴിഞ്ഞായിരിക്കുമല്ലോ IP എടുക്കുന്നത്. അപ്പോൾ 2:47 എന്നുള്ളതിൻ്റെ ടൈം വ്യക്തമായിട്ട് നമ്മുടെ കയ്യിലുണ്ട്. അവിടെ എടുത്ത പേപ്പറിനകത്ത് മെഡിക്കൽ കോളേജിലെ IP ആണ്. ഇപ്പോൾ എല്ലാം കമ്പ്യൂട്ടർ ആയതുകൊണ്ട് 14:47, 2:47 മൊബൈലിലുണ്ട് ക്ലിയർ ആയിട്ട്. എന്നാലും ഇത് കോപ്പി ആയതുകൊണ്ട് 14:47. അപ്പോൾ ഇത് നെയ്യാറ്റിൻകരത്തെ കേസ് ഷീറ്റാണ്, അവർ തന്നതാണ്, നമ്മളുണ്ടാക്കിയതല്ല. അപ്പം ഒരു ഹാർട്ടിൻ്റെ നമ്മളെ ഒരു പ്രവർത്തന മനുഷ്യൻ്റെ ആ ഒരു ഹൃദയമിടിപ്പിൻ്റെ ഇതാണ് അവർ കള്ളം കാണിച്ചത്, വ്യാജ റിപ്പോർട്ട്. അത് കഴിഞ്ഞിട്ട് ലാബിൻ്റെ റിപ്പോർട്ടൊന്നും അവർ എഴുതിയിരിക്കുന്നുണ്ടെന്ന്, അല്ലാതെ ഒന്നും കിട്ടിയിട്ടില്ല, അതിനകത്തില്ല. അത് കഴിഞ്ഞ് രോഗിയുടെ സമ്മതപത്രം, ഇതൊരു സർജറി വരെ നടത്താൻ പറ്റുന്ന ഒരു പൂർണ്ണമായി സർജറിക്ക് വേണ്ടിയിട്ടുള്ള ഒരു സമ്മതപത്രമാണ്. അത് അവരെ കൊണ്ട് ഒപ്പിടിപ്പിച്ചിരിക്കുന്നു. ആ സമ്മതപത്രത്തിനകത്ത് ഇട്ടേക്കുന്നത് ഹസ്ബൻഡാണ്, ഒറിജിനൽ ഒപ്പാണ്. പ്രത്യേക സമ്മതപത്രം എന്ന് പറഞ്ഞാൽ അടുത്തൊരു പേപ്പർ, അതിനകത്ത് കള്ളൊപ്പാണ്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവുന്നതാ, 2 ഒപ്പും തമ്മിൽ. അപ്പോൾ ഈ കേസ് ഷീറ്റിന് ഞങ്ങൾ എന്ത് അടിസ്ഥാനത്തിൽ എടുക്കണം? പിന്നെ ഡോക്ടർമാർ എഴുതിയിരിക്കുന്ന മെഡിസിൻസ് പെയിൻ കില്ലേഴ്സാണ്, പെയിനുള്ള മെഡിസിനാണ്. ഓവർ ആൻഡ് ട്രമഡോൾ അങ്ങനെ തുടങ്ങുന്ന മെഡിസിൻസാണ് എഴുതിയിരിക്കുന്നത്. അതിനകത്ത് ഇപ്പോൾ അവർ ഒരു വര വരച്ചിരിക്കുന്നത്, എപ്പോൾ വരച്ചു എന്ന് നമുക്കറിയില്ല. ഈ ഓവറാൻ എന്ന് പറഞ്ഞാൽ ഇഞ്ചക്ഷൻ ടെസ്റ്റ് കൊടുത്തു കഴിഞ്ഞാൽ അലർജി പേഷ്യൻ്റ് ആണെങ്കിൽ എന്തെങ്കിലുമൊക്കെ കോംപ്ലിക്കേഷൻ ഉണ്ടാവാം. അപ്പോൾ ഏതായാലും ട്രമഡോൾ ആയാൽ പോലും
ഒന്നാമത് അവർ അലർജി ഉള്ള കാര്യം പറഞ്ഞിട്ടുണ്ട്. അതാ ബൈസ്റ്റാൻഡർ റോൾ ഇല്ലാത്ത സമയത്താണ് ഇഞ്ചക്ഷൻ കൊടുത്തേക്കുന്നത്. ഇഞ്ചക്ഷൻ കൊടുത്തു എന്നുള്ളത് അടുത്ത് കിടക്കുന്ന പേഷ്യൻ്റെ ബൈസ്റ്റാൻഡർ കണ്ടു, ദൃക്സാക്ഷിയാണ്. ആ പുള്ളി ഇന്നലെ അവിടെ വന്ന് മീഡിയാസിൻ്റെ അടുത്ത് സംസാരിച്ചിട്ട് കൂടെ പോയേക്കുന്നത്. വ്യക്തമായി പറഞ്ഞു ബോട്ടിലെ ഇഞ്ചക്ഷൻ, ചെറിയ ബോട്ടിലെ ഇഞ്ചക്ഷൻ കൊടുത്തു. NSൻ്റെ ബോട്ടിൽ ഡയലൂട്ട് ചെയ്ത് കൊടുക്കാം, അങ്ങനെയും കൊടുക്കാം. അവർ NS കൊടുത്തെന്ന് അതിൻ്റെ ഇടയിൽ പറയുന്നുണ്ട്, നമുക്കറിയില്ല. പക്ഷേ ഇഞ്ചക്ഷൻ കൊടുത്തതിൻ്റെ ആണെന്നുള്ളത് ഉറപ്പിക്കാം. അവരെഴുതിയിരിക്കുന്നു, അതെഴുതിയിരിക്കുന്നു. അപ്പോൾ ഇതൊക്കെ സത്യമാണോ? ഇവർ കൊടുത്തിട്ട് വെട്ടിയിരിക്കുന്നു സിസ്റ്റർമാർ. ബാക്കി ഇഞ്ചക്ഷൻ എല്ലാം ഡോക്ടർ ടിക്കിട്ടേക്കുന്നു, കൊടുത്തെങ്കിലേ ടിക്കിടാൻ പറ്റുള്ളൂ. നഴ്സുമാരുടെ ചാർട്ടിൽ ചാർട്ടിനകത്ത് ഡൈക്ലോഫിനാക്ക് നോട്ട് ഗിവൺ, ട്രമഡോൾ നോട്ട് ഗിവൺ, ഇതെല്ലാം 8 hourly ഒക്കെയാണ് എഴുതിയിരിക്കുന്നത്. 8 മണിക്കൂർ ഇടവിട്ട് കൊടുക്കാൻ വേണ്ടി എഴുതിയ മെഡിസിൻ കൊടുത്തിട്ടില്ല എന്ന് നഴ്സുമാർ എഴുതിയിരിക്കുന്നു. 12:25 പാൻഡോപ്പ് ഇഞ്ചക്ഷൻ കൊടുത്തെന്ന് പറഞ്ഞ് എഴുതിയിരിക്കുന്നു. അത് 12:30 കുട്ടിയുടെ അമ്മയുമായിട്ട് സംസാരിച്ച, നോർമലായിട്ടിരുന്ന് സംസാരിച്ചതിൻ്റെ തെളിവ് നമ്മളെ കയ്യിലുണ്ട്. അപ്പോൾ ആ ടൈം കറക്റ്റല്ല. അപ്പോൾ ഈ കേസ് ഷീറ്റ് ഉണ്ടാക്കിയതാണെന്നുള്ളത് നമുക്ക് ഏത് രീതിയിൽ ആർക്കും ബോധ്യപ്പെടുന്നുള്ളതേ ഉള്ളൂ. അവർ വ്യക്തമായി എഴുതിയിരിക്കുന്നത് ടൈമും സിസ്റ്റർമാരുടെ സൈനും ഉണ്ട്. ബാക്കി മെഡിസിൻ ഒന്നും കൊടുത്തിട്ടില്ല എന്നാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇങ്ങനെ ഒരു കേസ് ഷീറ്റ് ഉണ്ടാക്കിയത് കൊണ്ട് അവർക്ക് അതിൽ നിന്ന് എന്ത് ഇതാണ്? അപ്പോൾ അതിനകത്ത് കള്ളത്തരമില്ലേ? അപ്പോൾ അവരുടെ പാവപ്പിഴയിൽ എന്തെങ്കിലും സംഭവിച്ചുകൊണ്ടല്ലേ ഇങ്ങനെയൊക്കെ ഉറപ്പാണ് ആണ്. മെഡിസിൻ അല്ലാതെ ഇത്രയും നോർമലായിട്ട് പോയ ഒരു കുട്ടി കിഡ്നി സ്റ്റോൺ സ്കാൻ ചെയ്തപ്പം കിഡ്നി സ്റ്റോൺ എന്നുള്ള റിപ്പോർട്ടാണ് വന്നേക്കുന്നത്. അല്ല, ഈ ഹസ്ബൻഡിന്റെ സമ്മതപത്രം ഡിക്ലറേഷനകത്ത് ഒപ്പിട്ട് കഴിഞ്ഞാൽ അത് വ്യാജരേഖ ചമക്കലെന്ന് പറഞ്ഞിട്ട് ഭയങ്കര കുറ്റം ആണ്. അത് ഇത്രയും തെളിവിരുന്നതുകൊണ്ടാണ് ഞങ്ങൾ ഇന്നലെ ഇത്രയും വിഷയം ഉണ്ടാക്കിയത്. ഇത്രയും വിഷയം ഉണ്ടായി, ഈ ബോഡി വെച്ചുകൊണ്ട് ഇത്രയും വിഷയം ഉണ്ടാക്കാനുള്ള കാരണം ഇപ്പോൾ ഇവരറിയില്ലായിരുന്നു. ഇവർ മാത്രമാണ് ഉണ്ടായിരുന്നെങ്കിൽ അവർക്കറിയില്ല, അവർക്കിത് നോക്കാൻ അറിയില്ല. അതെ, ഇത് കിട്ടിയത് അപ്പം ഒന്നും അല്ല. സാധാരണക്കാരുടെ ജീവിതം എന്താ രീതിയിൽ അവിടെ കിടക്കുന്ന പേഷ്യൻസ് എന്ത് സമാധാനം, ആർക്കെല്ലാം ഇങ്ങനെ ഇതുപോലെ എന്തെല്ലാം സംഭവിക്കുന്നു, ഇതുപോലൊന്നും പുറത്തു വരുന്നില്ലല്ലോ. പാവങ്ങളും അറിയുന്നത് കൊണ്ടുപോകുന്നു. ഇതിനെതിരെ കേരളത്തിൽ നമ്മളെ പിന്നെ അത് കഴിഞ്ഞത് ആ സമ്മതം വേറൊരിത് അവരിറങ്ങിയപ്പോഴത്തേക്ക് വെള്ള പേപ്പറിൽ അവരെ നിന്ന് ഒപ്പിട്ട് വാങ്ങിച്ചു. അത് ഒറിജിനൽ ഒപ്പാണ്. അത് നോക്കിക്കൊള്ളണം. പുള്ളി ഇവിടെ ഒപ്പിടാൻ പോയി, അതിൻ്റെ തെളിവാണ്. പുള്ളി ഇവിടെ ഒപ്പിടാൻ പോയപ്പോൾ പുള്ളി പറയുന്ന കാര്യത്തിൽ സത്യസന്ധത ഉള്ളതാണ്. ഇവിടെ ഒപ്പിടാൻ പോയപ്പോൾ ആ സിസ്റ്റർ പറഞ്ഞത് ഇവിടെ ഇടല്, താഴെ ഇടാൻ പറഞ്ഞത്. ഇവിടെ എഴുതിയതിൻ്റെ ഒന്നും എഴുതിയിട്ടില്ല, ഇവിടെ എഴുതിയതിൻ്റെതാ കിടപ്പുണ്ട്, സൈനിൻ്റെ തുടക്കമുണ്ട്. ഒപ്പിടാൻ പോയപ്പോൾ പറഞ്ഞു അവിടെയല്ല ഇടേണ്ടത്, താഴെയാണെന്ന്. വെള്ള പേപ്പർ കൊടുത്തതാണ് എമർജൻസി കൊണ്ടുപോകാൻ വേണ്ടി ഇറങ്ങിയ സമയത്ത്. അതിനകത്ത് അവർ എഴുതിയിരിക്കുന്ന രോഗി പെട്ടെന്ന് കുഴഞ്ഞു വീണതാൽ എമർജൻസിയായി വേണ്ട ചികിത്സ നൽകുന്നതിന് സമ്മതമാണെന്നുള്ള രീതിയിൽ ഗുരുതര അവസ്ഥ ആയതിനാൽ തുടർ ചികിത്സയ്ക്കായി വെന്റിലേറ്റർ സപ്പോർട്ടോടുകൂടി മെഡിക്കൽ കോളേജിൽ കൊണ്ടുപോകാൻ സമ്മതമാണ്. അത് അവരെഴുതി ചേർത്തതാണ്. അതിൻ്റെ അവർ 1 മണി ടൈം അത് പോയിട്ട് എല്ലാ പേപ്പറിലും, ഈ തന്നിരിക്കുന്ന എല്ലാ പേപ്പറിലും ജനറൽ ഹോസ്പിറ്റൽ നെയ്യാറ്റിൻകര സീലുണ്ട്. പിന്നെ അവരെ സൂപ്രണ്ടാണ്, ബിനു സർജനെയാണ് അവർ കണ്ടിരിക്കുന്നത്. ഇത് ഈ ഫയല് ചെക്ക് ചെയ്തതായിട്ട് സൂപ്രണ്ട് സൈൻ ചെയ്ത് കൊടുത്തേക്കുന്ന രേഖയാണ് ഇതിനകത്തുള്ളത്. എല്ലാം സീൽ വെച്ചേക്കുക. അപ്പോൾ സൂപ്രണ്ട് ഒരു സൂപ്രണ്ടെന്ന് പറയുന്ന ഒരു ഡോക്ടറാണ്. ആ ഡോക്ടറിന് നോക്കാതെ ഇത് സൈൻ ചെയ്ത് കൊടുക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പോഴവർക്ക് ശ്രദ്ധിക്കാമായിരുന്നല്ലോ. അപ്പോൾ അവർ ഇത് പെട്ടെന്ന് അങ്ങ് കൊടുത്ത് വിടാനുള്ള ശ്രമം നടത്തിയതല്ലേ അവർ ഉണ്ടാക്കി. പോലീസിൻ്റെ കയ്യിൽ 3 ദിവസമായി കിട്ടിയിട്ട്. അവർക്ക് വേറൊരു ഡോക്ടർ വെച്ചത് ചോദ്യം ചെയ്യാമായിരുന്നു. അല്ല, പോലീസ് പിന്നെ ഇതിൻ്റെ തുടർ നടപടികളിലെല്ലാം പോയായിരുന്നു. പോയി. അവർ 19 മുതലാണ് കേസിൻ്റെ ആക്ഷൻ എടുത്തത് എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ബാക്കി അതുകൊണ്ടാണ് നമ്മൾ ഇത്രയും സീരിയസ് ആയിട്ട് ഇതിനകത്ത് ഇടപെട്ടത് നിന്നത്. നമുക്ക് നീതി ലഭിക്കണം. ഇന്നലെ ആഡിയോ വന്ന് എഴുതി ഒപ്പിട്ടതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ നിന്ന് നീങ്ങിയിട്ടുള്ളൂ. ഒരു 10-20ഓളം ഡോക്ടർമാരും നേഴ്സുമാരായിട്ട് ഒരു 10-20ഓളം ആൾക്കാരുണ്ട്. ഞാൻ കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ കുട്ടി നല്ല വെളുത്തിട്ടാണ് കാണുന്ന കാഴ്ചയെന്ന് വെച്ചാൽ ശരീരം ഫുള്ള് കറുത്ത കളറായി, കണ്ണടഞ്ഞിരിക്കുകയാണ്, വാ തുറന്നിരിപ്പുണ്ട്, ഹൃദയമിടിപ്പില്ല, പൾസില്ല. ഡോക്ടർ നോക്കിയിട്ട് പറഞ്ഞതാണ് ഹൃദയമിടിപ്പും പൾസും ഇല്ല, ആൾ പോയി എന്നാണ് പറഞ്ഞത്. ആൾ പോയി എന്ന് പറഞ്ഞ് കണ്ണിൻ്റെ പുറം ഭാഗം നീല നിറം, വായ്ക്കകത്ത് നീല നിറം, നാക്ക് നീല നിറം. ആ സമയത്ത് ഞാൻ കാണുന്ന സമയത്ത് കുട്ടിയുടെ കാലിൻ്റെ അതുവരെ കറുത്ത നിറം പോലെ ആയിപ്പോയി. 1 മണിക്കൂറോളം CPR കൊടുത്തിട്ടാണ് ഒരു വെന്റിലേറ്റർ സൗകര്യമുള്ള ആംബുലൻസിൽ ഇവിടുന്ന് വിടുന്നത്. ഒരു വെള്ള പേപ്പറിൽ എന്തൊക്കെ എഴുതി തന്നു, എനിക്കറിയില്ല എന്താണെന്ന്. ആംബുലൻസിൽ കയറാൻ നേരത്ത് ഒരു 3 പേപ്പർ കൊണ്ടുവന്ന് അതിൽ ഒപ്പിടാൻ പറഞ്ഞു. അത് ഈ രോഗിയെ കൊണ്ട് പെട്ടെന്ന് പോകാനുള്ള ധൃതിയിൽ ഞാൻ ഒപ്പിട്ട് കൊടുത്തു. ഡോക്ടർ അവിടെ അപ്പോഴേ ഡ്രഗ് അലർജിയാണെന്ന് പറഞ്ഞു.
മെഡിക്കൽ കോളേജിൽ നിന്ന് പറഞ്ഞു ഡ്രഗ് അലർജിയാണെന്ന് മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റലിൽ നിന്ന് ഡോക്ടർ പറഞ്ഞു. ഇത്രയും സമയമായിട്ട് ആരോഗ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ മുഖ്യമന്ത്രിയുടെ ഭാഗത്തു നിന്നോ ഈ പാർട്ടിയുടെ പ്രാദേശിക നേതാക്കളോ അങ്ങനെയുള്ള ഒരാളോ വിളിക്കുകയോ റിപ്ലൈ ഒന്നും ചെയ്തിട്ടില്ല. ഈ കുട്ടി ഇപ്പം എത്ര വയസ്സുണ്ട് കുഞ്ഞിന്? കുട്ടിക്ക് ഈ മാസം 30-ാം തീയതി 3 വയസ്സ് തികയുന്നേ ഉള്ളൂ. 3 വയസ്സ് തികയുന്നേ ഉള്ളൂ.